ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നാരങ്ങ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നാരങ്ങ വെള്ളം ആകാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഒരു വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ രണ്ടായി മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തൊലി ഉള്ളത് കാരണം ഒരുപാടങ്ങ് അടിയാൻ പാടില്ല. ഒരുപാടങ്ങ് അടിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചിട്ട് പെട്ടെന്ന് കഴിക്കുക. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾ അടിച്ചോട് കൂടിയിട്ട് തന്നെ, അതായത് വന്ന സമയത്ത് അടിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സാധാരണ എടുക്കുന്നത് പോലെ ലൈം ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മതി. അപ്പം ഞാനിതിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാനിതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ പലരും ലൈം ജ്യൂസിൽ ഇഞ്ചി ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടും ഇഞ്ചി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ലൈം ജ്യൂസിന് കിട്ടുക. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇഞ്ചി ചേർത്തിട്ട് അടിക്കുമ്പോൾ ലൈം ജ്യൂസ്. ആ തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാട്ടോ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചെറിയൊരു കഷ്ണം മതി. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ അരിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് അങ്ങ് നേരം നിന്നിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയാണ്. ഇതിപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ചെറി ഉണ്ട് കേട്ടോ. 10 ചെറി എടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണയില്ല, അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ എണ്ണിയത്. അപ്പോൾ ഈ ഒരു ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ചെറി കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു റെഡ് കളറും കിട്ടും, ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റും ഈ ഒരു ജ്യൂസിന് കിട്ടും. അപ്പോൾ നല്ല റെഡ് കളറാണ്. അപ്പോൾ കണ്ടോ, ഇനി കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറി ഇട്ട് കൊടുക്കുമ്പോൾ ചില ചെറികളുടെ ഉള്ളിലൊക്കെ ചെറിയൊരു കുരുവൊക്കെ ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവാറുമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഇതിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോണത് തേനാണ്. 1 ടേബിൾ സ്പൂൺ തേൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേന് ഓപ്ഷണലാണ്. പക്ഷേ ഈ ഒരു ജ്യൂസിന് നിങ്ങൾ തേന് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ തേന് വെച്ചിട്ട് ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയും അധികം മധുരം ഉള്ളതാണ്. അപ്പോൾ മധുരം കുറവ് ഉപയോഗിക്കുന്നവർക്ക് ഇത് തന്നെ ധാരാളം. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. എനിക്ക് നല്ല മധുരം വേണം ജ്യൂസിൽ. പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മധുരം വളരെ കുറവായിരിക്കും. ഇത് തേന് മാത്രമാവുമ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം തേൻ ഒഴിച്ചോളൂ. പക്ഷെ ചെറി ഏകദേശം ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു ജ്യൂസ് പോലെയാണല്ലോ നമ്മൾ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുക. അതുകൊണ്ട് ഒരുപാട് തേൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേനും ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ഗ്ലാസ്സിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ചേർക്കുന്നത്. അപ്പം ഞാനിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഐസ് ക്യൂബ്സൊക്കെ ഇരുന്ന് വെള്ളമാവൽ തുടങ്ങി കേട്ടോ. ചെറിയ ഐസ് ക്യൂബ്സാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷൂട്ട് കാരണം ഇരുന്നിട്ട് അങ്ങനെ അലിഞ്ഞു പോയതാണ്. ഞാനൊരു കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം, പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിലോട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്.
ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഹണിയുടെ ആ ഒരു ഫ്ലേവർ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തേൻ ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ തേൻ മാത്രം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കുറച്ച് പഞ്ചസാര അധികം ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ കിഡിലൻ ലൈം ജ്യൂസിന് ഒരു ലൈക്ക് തന്നോളൂ. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്